السلام عليكم ورحمة الله تعالى وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. ബഹുമാനവും ആദം നിറഞ്ഞ ഉസ്താദ്മാർ, ഇവരൊരുമിച്ച് കൂട്ടിയ മുതഅലിമീങ്ങൾ, ലോകത്തെ നായകനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ജന്മദിനമാണ്. ലോകമെമ്പാടും പിളർകളുന്ന ഈ വേദിയിൽ നിങ്ങളുടെ മുമ്പ് ഒന്ന് രണ്ട് വാക്കുകൾ സംസാരിക്കാൻ അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. ആമീൻ. 1400 വർഷങ്ങൾക്ക് മുമ്പ് അറബിയൻ സാമ്രാജ്യത്തിന്റെ സ്ഥിതികൾ എന്താണ് ചിന്തിക്കുമ്പോൾ നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആറാൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ചത് തന്റെ സ്ത്രീവർഗത്തിന്റെ വിമോചകരായിട്ടാണ്. അക്രമം, അനീതിയും അനാചാരവും കല്ലുകുടി ജോജാട്ടവും എന്നിവ കിടക്കുന്ന കാലഘട്ടത്തിൽ കേവലം 23 വർഷത്തിന്റെ പ്രബോധനം കൊണ്ട് മാറ്റിമറിച്ച നേതാവാണ് അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതേ ഇസ്ലാമിന്റെ ശത്രുക്കളായ അബൂജഹലും ഉമറും മുത്ബത്ത് ശൈബത്ത് എന്ന് പറയുന്നവരെ, ഇസ്ലാം സ്വീകരിക്കുന്നവരെ ഭീകരതയോട് കൊണ്ടുവരുമ്പോൾ ആ സന്ദർഭത്തിൽ നബി തങ്ങൾ ഇപ്രകാരം ദുആ ചെയ്യുകയാണ്: ഉമറിനെ കൊണ്ടുവരുമറിൽ ദീനുൽ ഇസ്ലാമിനെ നീ ശക്തിപ്പെടുത്തണം റബ്ബേ എന്ന് ദുആ ചെയ്യുമ്പോൾ ഒരു ദിവസം അബൂജഹലിന്റെ കൊട്ടാരത്തിൽ വെച്ച് അവൻ വാഗ്ദാനം ചെയ്യുന്നു, ആറാൻ മുഹമ്മദിന്റെ തല കൊണ്ടുവരാം, അവനിക്ക് ഞാൻ 100 ഒട്ടകം നൽകാൻ. എന്നിട്ട് ഉമർ റളിയല്ലാഹു പറയുന്നു, ഞാൻ കൊണ്ടുവരാം അബൂജഹലെ, ഞാൻ കൊണ്ടുവരാം. ഉമർ റളിയല്ലാഹു വാളുമായി പോകുമ്പോൾ ഒരു സ്വഹാബി ചോദിക്കുകയാണ്, എവിടേക്കാണ് ഉമറെ നീ പോകുന്നത്? ആ സമയത്ത് ഉമർ റളിയല്ലാഹു പറയുന്നു, ഞാൻ മുഹമ്മദിന്റെ തല കൊണ്ടുവരാനാണ്. ആ സമയത്ത് സ്വഹാബി പറയുന്നു, നബി തങ്ങളെ തല കൊണ്ടുവരുന്നത് എവിടെ ഇരിക്കട്ടെ, നീ തല കൊണ്ടുവരാൻ പോകുന്ന നബി തങ്ങൾ മതത്തില് നിന്റെ സ്വന്തം സഹോദരി ഇസ്ലാം മതം സ്വീകരിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. ആ സമയത്ത് ഉമർ റളിയല്ലാഹു അൻഹു നേരെ തന്റെ സഹോദരിയുടെ വീട്ടിലേക്ക് പോകുകയാണ്. പോകുമ്പോൾ ഉമർ റളിയല്ലാഹു തന്റെ സഹോദരിയായ ഫാത്തിമ ബീവി അവരുടെ പരിശുദ്ധമായ ഖുർആൻ ഓതുന്നത് കേൾക്കുന്നു. ഇത് കേട്ടപ്പോൾ ഉമർ റളിയല്ലാഹുവിന്റെ മനസ്സ് മാറുകയാണ്. ഉമർ റളിയല്ലാഹു അൻഹു തന്റെ സഹോദരിയോട് ആ പരിശുദ്ധമായ ഖുർആൻ ചോദിക്കുകയാണ്, അതിനെ വായിക്കുകയാണ്. ഇതെന്തൊരു ഗ്രന്ഥമാണ്, ഇതെന്തൊരു സാഹിത്യമാണ്, ഇതിന് നിനക്ക് ആരാണ് നൽകിയത് എന്ന് ചോദിക്കുന്നു. അപ്പോൾ ഫാത്തിമ ബീവി പറയുന്നു, ഇത് അല്ലാഹുവിന്റെ ഖുർആനാണ്, എനിക്ക് നബി തങ്ങൾ നൽകിയത്, നബി തങ്ങൾ എവിടെയാണെന്ന് ചോദിക്കുന്നു. അപ്പോൾ ഫാത്തിമ ബീവി പറഞ്ഞു കൊടുക്കുന്നു. ഉമർ റളിയല്ലാഹു പോകുകയാണ്. പോകുമ്പോൾ നബി തങ്ങളും സ്വഹാബത്തും ഒന്നാകെ ഭയപ്പെടുകയാണ്. അപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹുവിന്റെ കൈകൾ കെട്ടിക്കൊണ്ട് നബി തങ്ങൾ അടുത്തേക്ക് വരികയാണ്. നബി തങ്ങൾ പറയുന്നു, ഓ ഉമർ ഖത്താമിന്റെ മകനെ, നീ പരിശുദ്ധമായ ഖുർആൻ സ്വീകരിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. ആ സമയത്ത് ഉമർ റളിയല്ലാഹു പറയുന്നു, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞുകൊണ്ട് പരിശുദ്ധമായ ഇസ്ലാം സ്വീകരിക്കുന്നു. അതല്ലേ പരിശുദ്ധമായ ഖുർആനിലെ മുഅ്ജിസത്ത്. നബി തങ്ങൾക്ക് അല്ലാഹു തആല നൽകിയ ഏറ്റവും വലിയ മുഅ്ജിസത്താണ് പരിശുദ്ധമായ ഖുർആനാണ്. ആ ഖുർആനെ അങ്ങേയറ്റം സ്നേഹിക്കാൻ അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. ആമീൻ. ഇത്രയും പറഞ്ഞ എൻ്റെ വാക്കുകൾ വിടാം. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. മാനവകുലത്തിന്റെ ശാന്തിയുടെയും